ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു DIY ഡെക്കറേറ്റം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് നീളം 15 സെൻറ്റിമീറ്ററും വീതി 10 സെൻറ്റിമീറ്ററുമുള്ള 2 കാർഡ്ബോർഡ് പീസാണ്. ഇത് രണ്ടും നമുക്കൊന്ന് ചേർത്ത് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് ഞാനതിൻ്റെ അരികൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് കളർ ചെയ്തിട്ടെടുക്കാം. ബ്ലാക്ക് ആക്രിലിക് കളറാണ് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത്. രണ്ട് സൈഡും ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ നീറ്റായിട്ടൊന്ന് കളർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പേപ്പറാണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സ്റ്റിക്കായിട്ട് കിട്ടും. അതിൽ എൻ്റെ ഭാഗത്ത് നമ്മൾ പശ തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം പെൻസിലൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു സ്റ്റിക്കായിട്ട് നമുക്ക് കിട്ടും. എനിക്ക് നീളം വേണ്ടത് 15 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ബാലൻസ് വരുന്ന ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്ലാക്ക് കളറൊന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട്. ഇതുപോലെ സെയിം കളറിലും നീളത്തിലും നമുക്ക് 4 സ്റ്റിക്കും കൂടി ഉണ്ടാക്കണം. ടോട്ടൽ 5 സ്റ്റിക്കാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ബേസ് എടുക്കാം. അതിനുശേഷം ആ ബേസിൻ്റെ 4 ഭാഗത്തും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സ്റ്റിക്കിൻ്റെ അടിഭാഗം വെച്ചിട്ടൊന്ന് റൗണ്ടിലൊന്ന് വരച്ച് കൊടുക്കുക. സൈസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് വരച്ച് കൊടുക്കുന്നത്. ഇനി വരച്ച് കൊടുത്ത റൗണ്ട് ഭാഗം അതേ കറക്റ്റ് അളവിൽ തന്നെ നമുക്കൊന്ന് ഹോളാക്കി കൊടുക്കണം. ഞാനിപ്പോൾ സിസേഴ്സ് വെച്ചിട്ടാണ് ഒന്ന് ഹോളാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ 4 സൈഡും ഒന്ന് ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റിലുള്ള 2 ഹോളിലും നമുക്കൊന്ന് പശ തേച്ചിട്ട് ആ സ്റ്റിക്ക് രണ്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. 2 സ്റ്റിക്കും ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് പശ തേച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്രോസായിട്ട് 2 സ്റ്റിക്കും ഒന്ന് ഒരുമിച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. സെയിം മോഡൽ തന്നെ അപ്പുറത്തെ സൈഡും നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാലൻസ് വന്ന 5ാമത്തെ സ്റ്റിക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു ചെറിയ കാർഡ്ബോർഡ് പീസ് വേണം. 8 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പീസാണ് എടുക്കേണ്ടത്. അത് നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് അരികൊക്കെ ഒന്ന് നീറ്റായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടൊന്ന് കളർ ചെയ്തിട്ടെടുക്കാം. ബ്രൗൺ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കളർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നീളത്തിൽ 2 ത്രെഡ് വേണം. ഈ ത്രെഡ് ഇതുപോലെ ഞാൻ വെച്ച പോലെ നീളത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കളർ ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഒട്ടിച്ച് കൊടുക്കുന്ന പോലെ സെൻട്രലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരു ഊഞ്ഞാൽ പോലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് ലേസാണ്. ഈ ലേസ് നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിൻ്റെ ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ലേസ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ത്രെഡ് ഉള്ളിലോട്ടാക്കിയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടെ നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് ത്രെഡ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ കിട്ടും. അപ്പോൾ ഒന്നും കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ബേസിലൊന്ന് കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുക്കുമ്പോൾ ലെങ്ത്ത് കറക്റ്റായിട്ട് ഒന്ന് നോക്കിയിട്ട് വേണം കെട്ടിക്കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ കറക്റ്റിലൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിലാണ്. ചെറിയ ബോട്ടിൽ എടുക്കണം. ഞാനിപ്പോൾ ഫസ്റ്റ് ഒന്ന് വൈറ്റ് ബേസ് കോട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓറഞ്ച് കളറൊന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട്. കളർ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ 2 ഇമോജീസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗേളും ഒരു ബോയും. വരക്കാനൊന്നും വല്ലാതെ അറിയില്ല, അതുകൊണ്ട് തന്നെ വരച്ചൊന്നും ശരിയായിട്ടില്ല. നിങ്ങൾക്ക് വരക്കാൻ നല്ലതുപോലെ അറിയെങ്കിൽ നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് വരച്ച് കൊടുക്കണം. ഞാനിപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇപ്പം ഞാൻ രണ്ടും ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ചെറിയൊരു ത്രെഡ് വേണം, 2 വീടും വേണം. എന്നിട്ട് ഞാൻ ഈ ത്രെഡിൻ്റെ താഴ് ഭാഗത്തായിട്ട് ഈ വീടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടറ്റത്തായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഞാൻ ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ ബാക്കിലായിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കാല് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഈ ബീഡിൻ്റെ പകരം ക്ലേ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. എൻ്റെ കയ്യിൽ ക്ലേ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബീഡ് എടുത്തത്. ഇനിയിപ്പോൾ 2 ബോട്ടിലും ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ബോട്ടിലായിട്ട് ചെറിയ പ്ലാന്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് നമ്മളെ ഊഞ്ഞാലിലൊന്ന് വെച്ച് കൊടുക്കാം. രണ്ടും അടുത്തടുത്തായിട്ട് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഡെക്കോറേറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡെക്കോറേറ്റം തന്നെയാണ്. ക്യൂട്ടായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.